ഹലോ ഗൈസ്, ഒത്തിരി നാളായാലും ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് പോലും അറിയാതെ പോയതാണ്. ഇന്ന് ഞങ്ങൾ ഒരു റാന്നിയിലൊരു സൂപ്പർ കടയിൽ കയറി പൊറോട്ടയും ബീഫും കഴിച്ചു. അടിപൊളിയായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ നേരെ വണ്ടി എടുത്തു. ഇത് എരുമേലി വാവൂരുപള്ളിയാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇത് കാണുന്നത്. പണ്ട് കുഞ്ഞിൽ 5-6 വയസ്സുള്ളപ്പോൾ ശബരിമലയിൽ പോയപ്പോൾ വന്നതാണ് ഈ റൂട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ടേ ഇല്ല. ഞാൻ എന്താ പറയുന്നത് അറിയോ? നമ്മളിപ്പോൾ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ല ഗൈസ്, ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായി ചില്ല് ചെയ്താണ് പോകുന്നത്. അപ്പോഴാണ് ദേ ഇവിടെ അടിപൊളി ഒരു സ്പോട്ട്, ഐസ്ക്രീം കടയല്ല, മറ്റേ വണ്ടിക്കകത്ത് വരുന്നതാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഉച്ചയൊക്കെ ആയപ്പോൾ വാഗമണിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു പാറ കണ്ടപ്പോൾ അവിടെ നിന്ന് കഴിച്ചു. നോക്കിപ്പോ തട്ടി വീടല്ലേ. ഇതെവിടാണെന്നറിയോ? ഇതാണ് കോലാലുമേടുള്ള തങ്ങൾപ്പാറ. നേരത്തെ എവിടെ പോകുന്നതെന്നൊന്നും പ്ലാൻ ചെയ്യാത്തോട്ട് എന്താ പരിപാടി എന്നൊന്നും ഒരു ഇതും ഇല്ല. പോകുന്ന വഴി അങ്ങ് പോവുകയാണ്. ഇത് ഇവിടെ തങ്ങൾപ്പാറയിൽ കയറാൻ വേണ്ടി 10 റുപ്പീസാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. ഇത് തങ്ങൾപ്പാറയുടെ മണ്ടയ്ക്ക് കയറുമ്പോഴുള്ള വ്യൂ ആണ്. അതിൻ്റെ താഴെ എല്ലാം ഇങ്ങനെ തേയിലത്തോട്ടമാണ്. നല്ല രസമാണ് കാണാൻ. അതുപോലെ അവിടുത്തെ വാഗമണിലെ മൊട്ടക്കുന്നൊക്കെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇന്നാ കാണാൻ പറ്റും. ഇത് ഞങ്ങൾ പോയ സമയത്ത് നിറയെ ആളുണ്ടായിരുന്നു. സൺഡേ കൂടി ആയിരുന്നു. പിന്നെ എന്താണെന്നറിയോ, പറയാണ്ടിരിക്കാനേ പറ്റില്ല. അതുപോലെ കാറ്റാണ് അവിടെ. കാറ്റെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ പറന്ന് താഴെ വീഴുമെന്ന്. അതുമാതിരി കാറ്റ്. അതുപോലെ അതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെ റോഡ് കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു. മിലയിൽ ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ അധികം സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത്, ഞങ്ങൾ വലിയ പ്രതീക്ഷയുമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. അത് കാണാമെന്നൊക്കെ പറഞ്ഞാൽ ഓടിപ്പോയതാണ്. വഴി നിറയെ ഇങ്ങനെ ഓരോ കടകളുണ്ട്. പക്ഷേ ഒന്നും മേടിക്കാൻ പറ്റില്ല ഗൈസ്, ഭയങ്കര വിലയാണ്. പിന്നെ ഇവിടുന്ന് നേരത്തെ മേടിച്ച് ചോക്ലേറ്റ് മേടിച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റി. അതുകൊണ്ട് ഞാൻ ഈ തവണ ഒന്നും മേടിച്ചില്ല. പിന്നെ ഇതിനകത്തോട്ട് കയറണമെങ്കിൽ 30 രൂപയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. വെറുതെ പറ്റിയിരാണ് ഗൈസ്. അതിന് മാത്രം ഒന്നും വലിയ രസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് നമ്മുടെ സ്വന്തം ക്യാമറയൊന്നും കയറ്റാൻ വേണ്ടി പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് അവർ കുറേ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യാമറാമാൻ നിപ്പുണ്ട്. അതിൽ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് തരും. ഒരു വലിയ ഫ്രെയിമിന് 800 രൂപ സംതിങ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കിളികളുടെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തൂടെ നടക്കാൻ ഭയങ്കര പാടായിരുന്നു ഗൈസ്. തെന്നി വീഴുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. പിന്നെ ഈ പൈൻ്റെ ഇലയൊക്കെ വീണ് കഴിഞ്ഞാൽ തെന്നാനുള്ള സാധ്യത കൂടുതലായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇപ്പോഴാണ് തേയിലത്തോട്ടം എവിടെ കണ്ടാലും ഇറങ്ങി ഒന്ന് 10 മിനിറ്റ് നിന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരിടത്ത് കയറി നിന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അതിനകത്തൊക്കെ കയറാൻ വേണ്ടി പറ്റുമായിരുന്നേ. പിന്നെ ഞാൻ പൂക്കിയാവാൻ വേണ്ടി ഈ ഉടുപ്പിൻ്റെ സൈഡിൽ വലിയൊരു ഫ്ലവറിൻ്റെ ക്ലിപ്പൊക്കെ കുത്തി വെച്ചായിരുന്നു. ആ തേയിലത്തോട്ടത്തിൽ കൂടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നടന്നപ്പോഴത്തേനും അത് പറഞ്ഞ് അതിൻ്റെ പാട്ടിലങ്ങ് പോയി. പിന്നെ ഇത് ഞങ്ങൾ ഇറങ്ങുന്ന സമയപ്പോൾ ഭയങ്കര മഞ്ഞിങ്ങനെ കൂടെ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ എടുത്ത ക്ലിപ്പാണിത്. അത് കഴിഞ്ഞ് ഏലപ്പാറ എത്തിപ്പോണ്ടോ അതേ അടിപൊളി ഒരു തേയിലത്തോട്ടം. പാറയ്ക്കടുത്തുള്ള ഒരു ഇതുണ്ട്. പിന്നെ സൂക്ഷിക്കണം, അട്ടയൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ ഒരു വീട് പോലൊക്കെ കാണാം. സൂം ചെയ്ത് നോക്കാം. അങ്ങനെ പോകുന്ന വഴി കണ്ടാ എല്ലാവരും ഇറങ്ങി നോക്കി നിൽക്കുന്നു. അപ്പോൾ എന്താ നമുക്ക് കയറി നോക്കാനുള്ള ഒരു ടെൻഡൻസി വരുമല്ലോ. അവർ നോക്കിയത് ഇതാണ് ഗൈസ്. അപ്പോൾ ഓക്കേടാ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. തെറ്റോ.